നമ്മുടെ ലോകമെമ്പാടും ഇരുന്ന ആളുകൾ ഈ തത്സമയം കാണുകയാണ്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതൊരു വലിയൊരു പ്രസ്ഥാനമാണ്, ഇതൊരു വലിയൊരു സോഷ്യൽ മൂവ്മെൻ്റാണ്. കാരണം കോവിഡിന് ശേഷം നമ്മുടെ കുട്ടികൾക്കുണ്ടായ സൗകര്യങ്ങളൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എന്നേക്കുമായി ഒരു അവസാനം കൽപ്പിക്കാനുള്ള ഒരു യാത്രയാണ്. എല്ലാ മാധ്യമങ്ങൾക്കും ഇതിൽ അണിചേരാം, എല്ലാ ജനങ്ങൾക്കും അണിചേരാം. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, കക്ഷി രാഷ്ട്രീയ ബോധമില്ല. അങ്ങനെയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഗോപിനാഥ് മുതുകാടൊക്കെ ഒത്തിരി യാത്ര നടത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ യാത്ര നടന്ന്. നല്ല ചൂടുണ്ട്. വിജയകുമാറൊക്കെ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നില്ല, ഇപ്പോൾ ഏതാണ്ട് കോലം കെട്ടു തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ കാസർഗോഡ് എത്തുമ്പോഴത്തേന് തിരിച്ചറിയാൻ പറ്റാതാകും. ഉപകാറിയൊന്ന് ഞാൻ തന്നെ ചോദിക്കും മിക്കവാറും. ഓക്കെ വിജയകുമാർ, ഇനിയിപ്പോ അല്ല എസ്കൻ, ഇതിൽ അതിന്റെ ഒരു സന്ദേശം ഇതിനോട് കൈമാറിയിട്ടുണ്ട്. എസ്കൻ പറഞ്ഞതുപോലെ കേവലം നമ്മൾ തെക്ക് നിന്ന് വടക്കോട്ട് സഞ്ചരിക്കുകയല്ല, ഓരോ സ്ഥലത്തും ഈ സന്ദേശം പറയുകയാണ്. എവിടൊക്കെയാണ് ആളുകൾ കൂടുന്നത് അവിടെയൊക്കെ ഞങ്ങൾ ഈ സന്ദേശം പറയും. അത് ഒരു പക്ഷേ മാർക്കറ്റിലായിരിക്കാം, കടകളിലായിരിക്കാം, വലിയ മാളുകളിലായിരിക്കാം, ആശുപത്രികളിലായിരിക്കാം, പുഴയോരത്തോ കടലോരത്തോ ഒക്കെ ആവാം, ബീച്ചുകളിലാവാം, തെരുവുകളിലാവാം. എവിടെയാണോ ആളുകൾ വരുന്നത്, അമ്മമാർ വരുന്നത്, സഹോദരങ്ങൾ വരുന്നത്, അവിടെയൊക്കെ ഞങ്ങൾ ഈ സന്ദേശം പ്രചരിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഫലം ഈ സൊസൈറ്റിയിൽ, ഈ സമൂഹത്തിൽ, ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. തുടങ്ങിയിട്ട് 2 ദിവസമേ ആകുന്നുള്ളൂ. അതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതുതന്നെയാണ് കിട്ടുന്ന പോസിറ്റീവ് റെസ്പോൺസ്. അത് കൂടും, അത് വലിയ കൊടുങ്കാറ്റായി മാറും ഈ സമൂഹത്തിൽ. അത് വലിയ ഈ അധാർമിക ശക്തികളെ കടപുഴക്കി എറിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ശുഭപ്രതീക്ഷയോടുകൂടി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. വിജയകുമാർ, തലയ്ക്ക് മുകളിലൊക്കെ കുറച്ച് ആൾക്കാർ അവരെല്ലാം കേട്ടിട്ടുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പൊ ആഷ്മി, അപ്പൊ എസ് കെ നമ്മുടെ ഫ്ലവേഴ്സിന്റെ കുറച്ച് ഉപഹാരങ്ങൾ നമ്മൾ ശരിക്കും നമ്മൾ ഈ ചില ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാൻ ചില സൂത്രപ്പണികൾ ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോവിഡിന് കാലത്ത് 20 മാസം നമ്മൾ കോവിഡ് കൊണ്ട് നടന്നവരാണ്. ആ കൊറോണ എന്നുള്ള കുട്ടി വൈറസ് നമ്മളെ കുറച്ച് ആക്രമിച്ചപ്പോൾ നമ്മൾ വാതിലങ്ങ് കുട്ടി അടച്ചു, ജനാലയൊക്കെ അടച്ചു. ഇപ്പം നമുക്ക് അയലത്ത് താമസിക്കുന്ന ആൾക്കാർ ആരാണെന്ന് അറിയില്ല. ചിലപ്പം അതിഥി തൊഴിലാളിയായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വന്ന ആൾക്കാരായിരിക്കും. അപ്പം മണ്ണങ്ങനെ ആയിരുന്നില്ല. 4 കിലോമീറ്റർ ചുറ്റളവുള്ള ആരും നമുക്ക് പരിചിതമായിരുന്നു. അപ്പം നമ്മൾ ചെറിയ ചില ചോദ്യങ്ങൾ ചോദിക്കും. അതായത് നമ്മുടെ തൊട്ട അയലത്ത് താമസിക്കുന്ന ആളിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ പേര്, അവരെ കല്യാണം കഴിച്ച സ്ഥലം എവിടെയാണ്, മൂത്ത കുട്ടി ഇപ്പം എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചില നിസ്സാര ചോദ്യങ്ങൾ. നമുക്ക് ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ കോവിഡ് കാലത്ത് കുട്ടിയടച്ച വാതിലുകൾ തുറന്നിടണം. അപ്പം മതിലുകൾ മനസ്സിൽ വേണ്ട. നമ്മൾ അത്യാവശ്യം മതിൽ ഒരുപാട് നാട്ടിൽ കെട്ടിയിട്ടുള്ളവരാണ്. അപ്പോൾ ആ മതിലുകൾ നമ്മൾ തച്ചുടയ്ക്കണം മനസ്സിലെങ്കിലും എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം നമുക്കൊരു ആദ്യത്തെ ചോദ്യം ചോദിച്ചാലോ? അതെ, നമുക്ക് പറയാൻ പറ്റുമോ നോക്കാം. അതായത് ഇവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ അയലത്തുള്ള 4 പേരുടെ പേര് പറയാൻ പറ്റുമോ? കള്ളപ്പേര് പറയരുത്, ഇത് ലൈവാണ്. അപ്പോൾ അവരും കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ഓക്കെ, ആർക്കെങ്കിലും മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ആർക്കെങ്കിലും പറയാൻ പറ്റിയ ഇപ്പോൾ ഒരു സമ്മാന പദ്ധതിയുണ്ട്. 4 പേരുടെ പേര് പറഞ്ഞാൽ, നിങ്ങളുടെ തൊട്ടയലത്ത് താമസിക്കുന്ന 4 പേരുടെ പേര്. വിൽസിന് പറയാൻ പറ്റത്തില്ലല്ലോ, വിൽസ് സ്റ്റാഫല്ലേ. അപ്പോൾ ഒരാൾ പറയും. ആരെങ്കിലും 4 പേര് പറയുന്നുണ്ടെങ്കിൽ വളരെ വേഗം ആയിക്കോട്ടെ. 4 പേര് ആരെങ്കിലും ഉണ്ടോ? ഇത് ഏറ്റെടുക്കാൻ ആർക്കും പറ്റുന്നില്ലേ? അയ്യോ, ഇത് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ അല്ലേ? ആര് പറയും? വരൂ മോർണിംഗ് സ്റ്റേയിലോട്ടോ 4 പേര് പറഞ്ഞാൽ മതി. വളരെ ആകർഷകമായ കാര്യങ്ങൾ. നന്ദകുമാർ, താങ്കൾ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഓക്കെ. 4 പേരോ? നമ്മളെ വീട്ടിന് ചുറ്റിനും ആൾക്കാരാണ്. അവരൊക്കെ മൈക്കടുപ്പിച്ച് വെച്ചു. ഇപ്പുറത്ത് മഞ്ജുമാമി, ഷീജമാമി, ബിന്ദുമാമി, ശോഭ ആന്റി. ഇത് എവിടെ സ്ഥലം എവിടെയാ? പെരുങ്കുഴി. അയ്യോ, നിങ്ങളവിടെ ഉണ്ടല്ലേ? ഇല്ലാത്ത ആൾക്കാരുടെ പേര് പറയരുതേ. ഇല്ല, എല്ലാം ഉള്ളത്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ ഒരു സമ്മാനം കൊടുക്കും. ഇപ്പൊ മോൾ എന്താ ചെയ്യുന്നത്? ഞാനിപ്പം ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്നു. എന്താ പേര്? സുരഭി. എക്സാക്ട് നാട് എവിടെയാ? ചിറയൻകീഴ്. അപ്പൊ ഞാൻ ഈ 4 പേരെ ഒന്ന് അന്വേഷിക്കും ചിറയൻകീഴ് വഴി കടന്നു പോകുമ്പോ. ഓക്കെ. അപ്പൊ കൊടുക്കാം. ഓക്കെ. ഇത് കപ്പാണ്. രാവിലെയൊക്കെ ഞാൻ കുടിക്കുന്ന കാപ്പിയുള്ള കപ്പാണ്, SKN ബോട്ടിയുടെ കപ്പാണ്. അപ്പം മോള് ഷോക്കേസ് വെച്ചേക്കണം, ഇടയ്ക്കിടയ്ക്ക് കാപ്പി ഉണ്ട്. ഓക്കെ, ഡൺ. വിജയ് ഭവ. കല്യാണം കഴിച്ചോ? സെക്കൻഡ് DC പഠിക്കുന്ന കല്യാണം കഴിച്ചു. ഓക്കെ, മോളെ വെച്ചോ. ഓക്കെ, റെഡി, ശരി. ഇനിയിപ്പോൾ അടുത്ത ആള്. അതായത് നിങ്ങളുടെ വീടിൻ്റെ 3ാമത്തെ വീട്ടിൽ സർക്കാർ ജോലിയുള്ള ഒരാളുണ്ട്. അങ്ങനെ പേരെന്താ? ഇല്ല, അത് 4 പേരുടെ പേര് പറയാൻ അറിയാവുന്ന ചേട്ടനാണ്. 4 പേരുടെ പേര്. വന്ന് 4 പേരുടെ പേര് പറഞ്ഞാലും മതി. നമുക്ക് അത്യാവശ്യം അയൽവാസി അറിയാമെന്നെങ്കിലും. ഓക്കെ, 4 പേരുടെ പേര്. വിജയൻ, അബ്ദുൽ കരീം, സലീം, അതുപോലെ ശോഭ. ഇത് എവിടെയാ സ്ഥലം? പെരിന്തൽമണ്ണ, മലപ്പുറം.
പെരിന്തൽമണ്ണയിൽ ഏത് സ്ഥലമാണ് ഒന്നുകൂടെ കുറച്ചുകൂടെ പറഞ്ഞേ? പെരിന്തൽമണ്ണ എരവിമംഗലം എന്ന് പറയുന്ന സ്ഥലം. അവരിപ്പോഴും അവിടെ ജീവനോടുണ്ട്? ജീവനോടുണ്ട്. ആ 4 പേര് ജീവനോടുണ്ട്. നിങ്ങളൊന്ന് കൈവൊക്കെ. അവര് മിക്കവാറും കണ്ടിട്ട് ഡിജിറ്റലി കണ്ടിട്ടൊക്കെ കൈവൊക്കി കാണും. അപ്പൊ വിശ്വസിക്കാമല്ലേ? ഓക്കെ ചേട്ടാ, നമ്മൾ ഒന്നുകൂടെ കാണേണ്ടി വരും. പറയുന്നത് ഒന്നുകൂടെ കാണേണ്ടി വരും. അല്ല, കാണാം. നിങ്ങൾ മലപ്പുറത്ത് വരുമല്ലോ, പിന്നെ തീർച്ചയായിട്ടും കാണാം. അവിടെ തലയടിച്ച് പിടിച്ചോളരുത്. എല്ലാവരും വരും. അപ്പൊ എന്തായാലും നല്ല കാര്യമായി. അപ്പൊ ചേട്ടന് അയൽവാസികളെ അറിയാന്നുള്ളത് സന്തോഷം. ഓക്കെ സാർ. അപ്പൊ ചേട്ടന് ഒരു സമ്മാനം. ഇതൊരു ഭാര്യ അറിഞ്ഞിട്ടില്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് ഭാര്യയോട് കൂടും. ഓക്കെ, താങ്ക് യു. സന്തോഷം. നിങ്ങളൊരു പുലിയ. ഓക്കെ, റെഡി. അപ്പോ നമ്മളിനി നമുക്കിനി ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇനി ഒരു 4 പേര് പറയാൻ പ്രയാസം ഉണ്ടെങ്കിൽ 2 പേര് പറഞ്ഞാലും മതി. വരൂ വേഗം ഓടി വരൂ. നല്ല ഓടി നല്ല പഞ്ചിൽ വരൂ. നമ്മുടെ മുതുകട കൂടുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ നല്ല പഞ്ചിൽ ഒരു 4 പേര് പറയാൻ പറ്റുമോ? ഒന്ന്. ഞാൻ താമസിക്കുന്നത് നെടുമങ്ങാട് 10-ാം കല്ലിലാണ്. എന്റെ ചുറ്റുമുള്ളവരുടെ ഒരാൾ സുമയ്യ, നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. എൻ്റെ അടുത്തത് സബീന, ഹൗസ് വൈഫാണ്. അടുത്തത് സൂറുമി, ഹൗസ് വൈഫാണ്. പിന്നെ ഹൈറന്നിസ ഹൗസ് വൈഫാണ്. റംല ഹൗസ് വൈഫാണ്. അങ്ങനെ ഇഷ്ടം പോലെ ഇവരൊക്കെ അവിടെ ഉണ്ടോ? ഉണ്ടല്ലേ അവിടെ? ഓക്കെ. കാര്യം അവര് എവിടെയെങ്കിലും നാട്ടിൽ നിന്ന് തുമ്മരുത്, അവിടെ അയലത്തിൽ നിന്ന് തുമ്മണേ. ഓക്കെ. അപ്പൊ ഈ മനോഹരമായ കപ്പ് അപ്പൊ ഇത് സൂക്ഷിച്ചു വെക്കണം. ഓക്കെ, സന്തോഷമായിട്ടിരിക്കട്ടെ. താങ്ക് യു. അപ്പൊ ഈ 4 പേരെ കൊതിപ്പിക്കണം ഈ കപ്പ് കാണിച്ച്. നിങ്ങളുടെ പേര് പറഞ്ഞ് എനിക്ക് കിട്ടിയ കപ്പാന്ന് പറഞ്ഞേ. ഓക്കെ, താങ്ക് യു. ഇതുവഴി പേര് പറഞ്ഞില്ലല്ലോ. എന്താ ചെയ്യുന്നത് ഇപ്പൊ? വിജയ് ഭവ. ഓക്കെ, താങ്ക് യു. അപ്പൊ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം കുറച്ച് പേർക്കെങ്കിലും തൊട്ടയലത്തുള്ള ആളുകൾ ആരൊക്കെയാണെന്നറിയാം. ഈ ഒരു സംസ്കാരം കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടണം. നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഈ അപരിചിതരായ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുത്തം പോകുന്നുണ്ടല്ലോ, അവൻ എന്താ പരിപാടി എന്ന് അന്വേഷിക്കുന്ന ആ അന്വേഷണത്തിന് സമയമായി. നമ്മൾ അല്ലെങ്കിൽ അവനെ എവിടെയോ കയറി പോട്ടെ എന്നുള്ള ലൈൻ ആകരുത്. കാരണം വരുന്നവൻ ചിലപ്പോൾ 2 കിലോ MDMA ആയിട്ടായിരിക്കും വരുന്നത്, അല്ലേ? അവനെ പിടിച്ചു നിർത്തണം. പോലീസിങ് നാട്ടുകാർ തുടങ്ങേണ്ട സമയമായി, അല്ലേ? മാത്രമല്ല, നമ്മളൊക്കെ ഇപ്പൊ ഈ ഇങ്ങനെയുള്ള വാർത്തകൾ നിരന്തരം വായിച്ച് ഈ MDMA-കാരനെ പോലീസ് പിടിച്ചു എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലെന്താ അറിയാം, വായിക്കത്തില്ലല്ലോ. ചവിട്ടി അവന്റെ എല്ലാം ഒടിക്കണം എന്നൊക്കെ നമ്മൾ അത്ര രോഷം നമുക്ക് പുകയുന്ന ഒരു വേളയിലാണ് നമ്മൾ ഈ നടത്തുന്നത്. നമ്മൾ അക്രമത്തിന് പ്രേരിപ്പിക്കുകയല്ല, നിയമ സംവിധാനം നടപ്പിലാക്കാനും ക്രമസമാധാന പാലനത്തിനും ആരാണുള്ളത്? വിജയ, നിയമം കയ്യിലെടുക്കരുത്. നിയമം ഒരിക്കലും കയ്യിലെടുക്കരുത്, തറയെ തന്നെ വെച്ചേക്കുക, അല്ലേ? പോലീസ് നിങ്ങൾ എന്തെങ്കിലും MDMA എവിടെയെങ്കിലും കണ്ടാലും രാസലഹരി പടരുന്നു മനസ്സിലായി പോലീസിനെ അറിയിക്കുക. പോലീസിനെ അറിയിക്കുമ്പോൾ ഇവൻ അധോലോക നായകനായതുകൊണ്ട് എൻ്റെ കഴുത്ത് വെട്ടിക്കളയും എന്ന് പേടിക്കേണ്ട. ജനിച്ചാൽ ഒരിക്കലേ മരിക്കൂ. വീരുകൾ ഒരുപാട് തവണ മരിക്കുന്നില്ലേ വിജയ? വളരെ അവശനായിട്ട് അതിനൊക്കെ മറുപടി. വിജയന് ഏതോ അധോലോക സംഘം നോട്ടം ഇട്ടെന്ന് എനിക്ക് തോന്നുന്നു.